ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മണിച്ചോളം മില്ലറ്റ് കൊണ്ട് ഒരു ഡിന്നർ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കുന്നത് മണിച്ചോളം മില്ലറ്റ് പൊടി കൊണ്ടാണ്. ഈ മണിച്ചോളം മില്ലറ്റിൻ്റെ പ്രത്യേകത, ഈ മണിച്ചോളത്തിൻ്റെ പ്രോട്ടീനിൽ ഗ്ലൂട്ടൻ്റെ അംശം തീരെയില്ല. അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണ്. പിന്നെ ഇതിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, സോഡിയം എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പോഷകാഹാരം പരിഹരിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണിത്. ഇനി ഈ മില്ലറ്റ് പൊടി തയ്യാറാക്കുന്നത്, മണിച്ചോളം മില്ലറ്റ് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് മില്ലിൽ നിന്ന് പൊടിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വാങ്ങിയതിന് വീട്ടിൽ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു തുണിയിലിട്ട് ഉണക്കി പൊടിച്ചെടുക്കുക. ഇത് കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് വെയിലത്തിട്ടിട്ട് നല്ലപോലെ ഉണക്കിയെടുത്തതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുന്ന പൊടിയാണിത്. ഈ പൊടി ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇതുപോലെ സൂക്ഷിക്കാനും പറ്റും. നമുക്ക് ഇതിനെക്കൊണ്ട് പല പലഹാരങ്ങളും, കുറുക്കൊക്കെ ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി 1.5 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിൽ നിന്നൊരു ഗ്ലാസ്സിലേക്ക്, ഒരു കപ്പിലേക്ക് ഒരു 3 ടീസ്പൂൺ പൊടിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. ഇതൊന്ന് കലക്കി വെള്ളം അടുപ്പത്ത് തിളക്കാൻ വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കലക്കിയെടുക്കണം. കട്ടയില്ലാണ്ട് കലക്കിയെടുത്തതിന് ശേഷം തിളച്ചുകൊണ്ട് നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളച്ചുകൊണ്ട് നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കുന്ന സമയത്തൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്ത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കട്ടി ഉണ്ടാവില്ല. കട്ടിയില്ലാതിരിക്കാൻ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കുറുകി കിട്ടും. ചെറിയ തീയിലിട്ടിട്ട് ഇതിന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് ഗർഭിണികൾ നിത്യേനയുള്ള അവരുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ധാതുക്കളും വിറ്റാമിനുകളും ലഭിക്കും. ശരീരഭാരം ക്രമീകരിക്കുന്നതിനും പോഷകദാരിദ്ര്യം വരാതിരിക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും ഇതിന് കഴിയും. ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു മില്ലറ്റാണ് മണിച്ചോളം മില്ലറ്റ്. ഇതിന് ജോവർ എന്നും പറയും. ഇനി ഈ കുറുക്ക് ഒന്ന് തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഒരു 10 ബദാം കുതിർത്ത് വെച്ചത് തൊലി കളഞ്ഞ് ചേർത്ത് കൊടുത്ത് 4-5 ഈത്തപ്പഴം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും 4-5 വാൽനട്ടും നേന്ത്രപ്പഴവും കുറച്ച് ഐസ് ക്യൂബും ഇട്ട് നല്ലപോലെ അടിച്ച് എടുക്കണം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കുക, ഏതാ വേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ട്. ഇനി അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറുക്കി വെച്ച മില്ലറ്റും ചേർത്ത് നല്ല പോലെ അടിച്ചെടുക്കുക. ഇതിൽ മധുരം വേണമെങ്കിൽ പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ തേനോ ചേർത്തിട്ട് അടിച്ചെടുക്കുക. ഇതിൽ മധുരമൊന്നും ചേർക്കുന്നില്ല. മധുരമൊന്നും ചേർക്കാതെ ആണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ അണ്ടിപ്പരിപ്പും പിസ്തയും പഴവും ഒക്കെ ഈത്തപ്പഴവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത്. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.